السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹിത കുടുംബങ്ങളെ, നമ്മുടെ ഈ ഗ്രൂപ്പിലെ 86ാമത്തെ ജംഇന്റെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. ലാ യുതാലബുൻ നാഫി ലിശൈഇ, ഒരു വസ്തു ഇല്ല എന്ന് പറയുന്ന ആള് അദ്ദേഹത്തോട് തേടപ്പെടൂല ബിദ്ദലീലി അലന്തിഫായിഹി, ആ വസ്തു ഇല്ല എന്നതിന്റെ മേൽ ലക്ഷ്യമെന്ത് എന്ന് ചോദിച്ച് തേടപ്പെടുകയില്ല. എപ്പോ തേടുകയില്ല? ഇനി അദ്ദേഹം വാദിക്കുകയാണ് എങ്കിൽ. എന്ത് വാദിച്ചു? ഇൽമൻ ലറൂരിയൻ ബി ഇന്തിഫായിഹി, അത് ഇല്ല എന്നുള്ളത് കൊണ്ട് ലറൂരിയായ അറിവാണ്. ഈ ലറൂരിയായ ഒരു അറിവിനെയാണ് ഈ നാഫി വാദിച്ചത് എങ്കിൽ ആ നാഫിയോട് ഇവിടെ ഈ വസ്തു ഇല്ല എന്ന ഇന്തിഫായിന്റെ പേരിൽ ഒരു ലക്ഷ്യം തേടൽ കൊണ്ട് തേടപ്പെടുകയില്ല. ലക്ഷ്യം കൊണ്ടുപോവാ എന്ന് പറയൂല. എന്താണ് അങ്ങനെ പറയാത്തത് എന്ന് ചോദിച്ചാല്, അന്നവു നിശ്ചയമായിട്ടും ഈ നാഫി, ഈ വസ്തു ഇല്ല എന്ന് പറയുന്ന ആള്, അദാലത്തി, അദ്ദേഹം നീതിയുള്ള ആളായതുകൊണ്ട്, സ്വാദിഖും ഫി ദഅവാഹു, അദ്ദേഹം വാദിക്കുന്ന ആ വാദത്തിൽ സത്യവാനാണ്. നീതിയുള്ളപ്പോ സത്യം ഉണ്ടാവുമല്ലോ. പിന്നെ ലറൂരി എന്ന് പറഞ്ഞ ലായസ്തബിഹു, അത് തിരിച്ചറിയാത്തൊരു കാര്യമല്ല. എന്തിന്? ഹത്തായുത്തലബദ്ദലീലു അലൈഹി, ആ ലറൂരിയായ ഒരു സാധനം ആയതുകൊണ്ട് തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു. തിരിച്ചറിയില്ല എന്ന് പറയുമ്പോൾ ദലീല് അതിന് മേൽ തേടപ്പെടാൻ വേണ്ടി. എന്തിനാ തേടുന്നത്? ഫീഹി, ആ ദലീല് വന്നാൽ അതിലൊന്ന് ആലോചിക്കും. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ ആ ദലീല് പറയണം. അതിന്റെ മേൽ ദലീല് തേടപ്പെടാൻ വേണ്ടി തിരിച്ചറിയാത്തൊരു കാര്യമല്ല, തിരിച്ചറിയുന്ന ഒന്നാണല്ലോ ലറൂരി. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ദലീല് തേടൂല എന്ന് പറയുന്നത്. ഇല്ല, ഇനി അതിന്റെ നേരെ എതിര് അങ്ങനെയല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇല്ലം ഇൽമൻ ലറൂരിയ, അദ്ദേഹം ലറൂരിയായിരിക്കുന്ന ഇൽമിനെ കുറിച്ചുള്ള അറിവിനെ കുറിച്ചല്ല വാദമെങ്കിൽ അതെങ്ങനെ? അദ്ദേഹം വാദിക്കുക ഇൽമൻ നദരിയൻ, ആലോചിക്കേണ്ട വിധത്തിലുള്ള ഒരു അറിവാണ് എന്ന രൂപത്തിൽ വാദം വന്നു. അല്ലെങ്കിൽ ലന്നൻ, അല്ലെങ്കിൽ ലന്നൻ നിലക്കുള്ള ഇൽമാണ്. ഈ രണ്ട് വിധത്തിലൊരു വാദമുണ്ടായാൽ അവിടെ ലറൂരിയായിരിക്കുന്ന ഇൽമുണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു വാദമില്ല. ഇങ്ങനെ വരുമ്പോൾ ഇന്തിഫായിഹി, ആ വസ്തു ഇല്ല എന്നതുകൊണ്ടുള്ള ലന്നാണ്, അല്ലെങ്കിൽ നദരിയായ അറിവാണ്. ഇങ്ങനെ വാദിക്കുകയാണെങ്കിൽ ഫയുതാലബു ബിഹി, എന്നാൽ ദലീൽ കൊണ്ട് തേടപ്പെടും. എന്ന് പറഞ്ഞാൽ ആ വസ്തു ഇവിടെ ഇല്ലല്ലോ, ഇല്ല എന്നതിനുള്ള ലക്ഷ്യം കൊണ്ടുവാ എന്ന് അനാഫിയോട് തേടപ്പെടുന്നതാണ്. അത് തന്നെ പല അഭിപ്രായങ്ങളും അവിടെയുണ്ട്. അലല്ല സഹി, ബലപ്പെട്ട അഭിപ്രായത്തിൽ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ദലീലിനെ അങ്ങനെ തേടണമെന്ന് അസഹ് വരാൻ കാരണം? അന്നൽ മഅലൂമ ബിൻ നദരി, നദർ കൊണ്ട് അറിയപ്പെട്ടതും അവിൽ മഅ്ലൂൻ, അല്ലെങ്കിൽ അന്നാക്കപ്പെട്ടതായ അറിവ്, ഈ രണ്ടറിവും കത് യഷ്തബിഹു, ചിലപ്പോൾ അത് ഏതാണെന്ന് വ്യക്തമായി അറിയാൻ പറ്റൂല. അവിടെ തിരിച്ചറിവില്ലായ്മ ഉണ്ട്. അപ്പൊ ആ തിരിച്ചറിവില്ലായ്മ എന്താണെന്നറിയാമോ? ഫയുത്ലബു ദലീലു, അങ്ങനെ വരുമ്പോൾ ആ ദലീലിനെ തേടപ്പെടും. ലി, അതിലൊന്ന് ആലോചിക്കപ്പെടാൻ വേണ്ടിയിട്ട്. തിരിച്ചറിയുമെങ്കിൽ പ്രശ്നമില്ല. അവിടെ തിരിച്ചറിയില്ലല്ലോ, തിരിച്ചറിയുമ. ഈ തിരിച്ചറിവില്ലായ്മ എന്നുള്ളത് ആദ്യം പറഞ്ഞോടത്തില്ല, അവിടെ തിരിച്ചറിവുണ്ട്. ഇവിടെ തിരിച്ചറിയൂല, ഇഷ്തിബഹായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് വയജിബു അൽ അഖ്ദു, എന്നാ പിന്നെ നീ എന്ത് ചെയ്യണം? വയജിബുൽ അഖ്ദു, അത് വേറെ വിഷയമാണല്ലോ. ബി അഖല്ലിൽ ഖൗൽ, വാക്കിൽ ചുരുങ്ങിയത് കൊണ്ട്. ബി അഖല്ലിൽ മഖൂൽ, പറയപ്പെടുന്ന മഖൂലായ വാക്കുണ്ടെങ്കിൽ ആ പറയപ്പെടുന്ന മഖൂലിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയതെന്തോ അതുകൊണ്ടാണ് പിടിക്ക നിർബന്ധമാവുക. വഖദ് മറ, അത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. എവിടെ? ബിൽ ഇജ്മായി, ഇജ്മാന്റെ ബാബിൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹൈസ് ഖീല ഫീഹി, ആ ഇജ്മായിൽ പറയപ്പെട്ടിടത്ത് എന്ത്? ഇന്ന തമസ്സുക, നിശ്ചയമായിട്ടും ബി അഖല്ലി മാ ഖീല, പറയപ്പെട്ടതിൽ നിന്ന് അഖല്ലാതി അതോ അതുകൊണ്ട് പിടിച്ചു നിൽക്കുക എന്നുള്ള ഹക്കാണ്, യഥാർത്ഥമാണ് എന്നുള്ളത് അവിടെ ഇജ്മാന്റെ ബാബിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ അഖദ് ഇവിടേക്കും ബാധകമാക്കി വെക്കുക.
അപ്പൊ ഇവിടെയും തന്നെ അഹദ് ചെയ്യേണ്ടത് അക്കല്ല് കൊണ്ടാണ്, ഒക്കെപ്പാടെ പിടിക്കേണ്ട ആവശ്യമില്ല. വഹൽ യജിബുൽ അഖദു ബിൽ അഖഫി, അഖല്ല് കഴിഞ്ഞു ഇനി അഖഫ് കൊണ്ട് പിടിക്കൽ നിർബന്ധമുണ്ടോ ഇല്ലേ? ഫീ ഷൈഇൻ, ഒരു വസ്തുവിൽ. എന്തൊരു വസ്തു എടുക്കുക, അതിൽ പലതും ഉണ്ടെങ്കിൽ അഖഫ് ഏതോ അത് നോക്കി പിടിക്കുക, അങ്ങനെ നിർബന്ധമുണ്ടോ? അങ്ങനെ വരാൻ കാരണം എന്താ സംശയം? ഖൗലിഹി തആല, അള്ളാഹ് പറഞ്ഞിട്ടില്ലേ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അള്ളാഹു നിങ്ങളെ കൊണ്ട് എളുപ്പത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഞെരുക്കമില്ല എന്ന്. അപ്പൊ ഞെരുക്കം ഒഴിവാക്കി എളുപ്പം അള്ളാഹു തആല ഉദ്ദേശിക്കുമ്പോൾ അവിടെ അഖഫല്ലേ ഉണ്ടാവുക, അതുകൊണ്ട് പിടിക്കുന്ന നിർബന്ധമുണ്ടോ ഇല്ലേ? അവിൽ അസ്തലിഫീഹി, അല്ലെങ്കിൽ ആ വസ്തുവിൽ ഏറ്റവും കനപ്പെട്ടത് കൊണ്ട് പിടിക്കലാണോ നല്ലത്? നിർബന്ധമുണ്ടോ അല്ലേ? അസ്കൽ കൊണ്ട് പിടിക്കുന്ന നിർബന്ധമുണ്ടോ ഇല്ലെന്ന് സംശയം വരാൻ കാരണം അന്നഹു അസ്കല് അക്സർ തവാബൻ, അഖഫിനേക്കാൾ കൂലി കൂടുതൽ ഏതാ ഉണ്ടാവുക? അസ്കല ഉണ്ടാവുക. ഏറ്റവും ഭാരമുള്ളത് ഏതോ അതാ കൂലി ഉണ്ടാവുക. വാഹവത്തു, അത് ഏറ്റവും ദുഷ്കമുള്ളതുമായിരിക്കും. അപ്പോ അങ്ങനെ നോക്കുമ്പോ അസ്കലാണോ? അല്ലാഹു തആലാന്റെ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ എന്ന ആയത്ത് വെച്ച് നോക്കുമ്പോ അഖഫാണോ? ഇത് രണ്ടും ഇവിടെ കൺഫ്യൂഷനാണ്. ഇത് നിർബന്ധമാകുമോ ഇല്ലയോ? അല്ലെങ്കിൽ ലൗലാ യജിബു ശൈഉം മിൻഹുമാ അഖഫ് അസ്കല്, ഇവ രണ്ടിൽ ഒന്നും നിർബന്ധമാകൂലേ? ഇങ്ങനെയും വരാമല്ലോ. ബൽ, പിന്നെന്താവുക? യജൂസു കുല്ലും മിൻഹുമാ അഖഫ് അസ്കല്, ഇവ രണ്ടിൽ എല്ലാം ചെയ്യൽ നിർബന്ധമല്ല, ജായിസായിട്ട് വരും. കാരണം അന്നല്ലസ്ല, അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ അദ്മുൽ വുജൂബിഹ, അദ്മുൽ വുജൂബ് ഇവിടെ നിർബന്ധമല്ലല്ലോ. അഖഫ് എടുത്താലും വുജൂബില്ല, അസ്കൽ എടുത്താലും വുജൂബില്ലല്ലോ. അപ്പൊ ജായിസ് എന്ന് വെക്കുക. അപ്പൊ എല്ലാം കൊണ്ട് പിടിക്കൽ ജായിസാണ് എന്ന് വെക്കാം. ഹാദിഹി അഖ്വാലുൻ, ഇതൊക്കെ ഓരോ വാക്കുകളാണ്. അഖറബുഹ, ഇതിലേറ്റവും അടുത്തത് അസ്സാലിസു, മൂന്നാമത് ഇപ്പൊ നമ്മൾ പറഞ്ഞതാ. ഏത്? പിന്നെ എല്ലാം കൊണ്ട് പിടിക്കൽ ജായിസാന്ന് വെക്കുക, ഒന്നും നിർബന്ധമല്ല എന്നും വെക്കുക. ശരി, അപ്പോ ഇങ്ങനെയുള്ള ഈ മസ്അല ഇവിടെ കഴിഞ്ഞു. ഒരു നാഫിയെ കുറിച്ചുള്ള ചർച്ചയാണ്, അതിനോടനുബന്ധിച്ചുള്ള മസ്അല കഴിഞ്ഞു. മസ്അലത്തുൻ, ഇനി മറ്റൊരു മസ്അല. ഇഖ്തലഹു, പണ്ഡിതന്മാരെല്ലാവരും വിഭിന്നമായിരിക്കുന്നു. എന്ത്? ഹൽ കാറൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതഅബ്ബദൻ, ഹബീബായ നബി തങ്ങള് കൽപ്പിക്കപ്പെട്ട ആളായിരുന്നോ? തക്ലീഫുള്ള ആളായിരുന്നോ? മുതഅബ്ബദൻ എന്നതിനെ മുതഅബ്ബിദൻ എന്ന് വായിക്കരുത്. ബിഫത്തിൽ ബായി, ബാ കൊണ്ട് തന്നെ ബായിൽ ഫത്ത് കൊടുത്ത് വായിക്കാം. മുതഅബ്ബദൻ കമാ ലബത്തുൽ മുസന്നിഫു, മുസന്നിഫ് അങ്ങനെ ലബത്താക്കി വെച്ചിട്ടുമുണ്ട്. മുതഅബ്ബിദൻ, ആരാധിക്കുന്ന ആളായിരുന്നു എന്നല്ല. അതിന്റെ അർത്ഥം മുതഅബ്ബദൻ മുകല്ലഫൻ, തക്ലീഫുള്ള ആളായിരുന്നോ? കൽപ്പനയുണ്ടായിരുന്നോ? എന്തിന്റെ മുമ്പ്? ഖബലൻ നുബുവത്തി, നബിതങ്ങൾ പ്രവാചകനായി നിയോഗിക്കുന്നതിന്റെ മുമ്പ് ഹബീബായ നബിതങ്ങൾക്ക് കൽപ്പന ഉണ്ടായിരുന്നോ? ബിശറഇൻ, മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ശറഅ് കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആളായിരുന്നുവോ എന്ന കാര്യമാണ് ഇവിടെ തർക്കം. പണ്ഡിതന്മാർ തർക്കത്തിലാണ്. ആ തർക്കമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഫമിൻഹും മൻ നഫാ ദാലിക, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചക ദൗത്യം ലഭിക്കുന്നതിന്റെ മുമ്പ് ഒരു ശറഅ് കൊണ്ടും കൽപ്പിക്കപ്പെട്ട അല്ലായിരുന്നു എന്ന് അഭിപ്രായം പറഞ്ഞവർ പണ്ഡിതന്മാരിലുണ്ട്. വമിൻഹും മൻ നസ്ബതുഹു, അല്ല, നബി തങ്ങൾ പ്രവാചകനായി നിയോഗിക്കുന്നതിന്റെ മുമ്പ് ഹബീബായ നബി തങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ ശറഅ് കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആളാണെന്ന് സ്ഥിരപ്പെടുത്തിയവരും പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട്. രണ്ടഭിപ്രായമാണ്. ആവട്ടെ വഖ്തലഫൽ മുസ്ബിതു, നബി തങ്ങൾ മുൻകഴിഞ്ഞു പോയ ശറഅ് കൊണ്ട് കൽപ്പിക്കപ്പെട്ട തക്ലീഫുള്ള ആളായിരുന്നു എന്ന് സ്ഥിരപ്പെടുത്തിയവർ തന്നെ അഭിപ്രായമായിട്ടുണ്ട്. ആ കൂട്ടരെങ്ങനെ? ആ ശറഅ് ഏതായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യത്തിൽ നുബുവത്തിന്റെ മുമ്പ് തക്ലീഫ് ഉണ്ടെന്ന് സ്ഥിരപ്പെടുത്തിയ ആളുകൾ വിഭിന്നമാണ്. മുൻകഴിഞ്ഞു പോയതായ ആള് ശറഅ്, അതെന്നെ ആളുടെ ശറഅ് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഇന്നാണ് ശറഅ് എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഇനി ആ തർക്കമാണ് വിശദീകരിക്കുന്നത്. ഫഖീല, പറയപ്പെട്ടിട്ടുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാമായിരുന്നു. അപ്പൊ നൂഹ് നബിന്റെ ശറഅ് കൊണ്ടാണ് നബി തങ്ങൾ കൽപ്പിക്കപ്പെട്ട ആൾ എന്ന് അല്ല. വഖീല, മറ്റൊരു അഭിപ്രായം പറയുന്നു ഇബ്രാഹിമു, അത് ഇബ്രാഹിം നബിയായിരുന്നു. അല്ല, വക്കീല പറയപ്പെടുന്നു മൂസ നബി, വക്കീല പറയപ്പെടുന്നു ഈസാ നബി, വക്കീല പറയപ്പെടുന്നു
മാ സബത അന്നഹു ശറഉൻ മിൻ ഗൈരി തഅയ്യിനിൽ നബിയ്യിൻ, ഒരു നബിയിലേക്ക് വ്യക്തമാവാത്ത വിധം നബിതങ്ങൾക്ക് മുമ്പ് ശറഅ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരമായ പരിപാടി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു അഭിപ്രായമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നുബുവത്തിന്റെ മുമ്പുള്ള ചർച്ച നബിയെ കുറിച്ച്. ഹാദിഹി, ഈ പറഞ്ഞതെല്ലാം അഖ്വാലുൻ, ഇതൊക്കെ വാക്കുകളാണ്, ഓരോ അഭിപ്രായങ്ങളാണ്. മർജിഉഹ, ഈ അഭിപ്രായങ്ങൾ മുഴുവൻ മടങ്ങേണ്ടത്, ഇതിന്റെ മടക്ക സ്ഥലം അത്താരിഹു, ചരിത്രപരമായി ആലോചിക്കേണ്ടതാണ്. തൊബറാനി ഇമാമിന്റെ മുഅ്ജം പോലത്തെ ഗ്രന്ഥം പരിശോധിച്ചാൽ അങ്ങനെ ചരിത്രത്തിന്റെ ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ അവിടെ നോക്കിയിട്ട് തീരുമാനിക്കാം എന്നാണ് ഇതിനെക്കുറിച്ച് ഉസൂലിൽ പറയാനുള്ളത് എന്നതാണ്. വൽ മുഖ്താറു, ആവട്ടെ ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഒരു ബലപ്പെട്ട അഭിപ്രായം കിട്ടണല്ലോ, ഉണ്ട്. കമാ ഖാലഹു കസീർ, മുസന്നിഫിന്റെ അഭിപ്രായമല്ല, മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ തന്നെ മുഖ്താർ അൽ വഖ്ഫ്, മുണ്ടാതക്കലാണ്. തൈസീരൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായതിൽ, അടിസ്ഥാനത്തിലാൽ, വതഫരീഅൻ ഫർഇനാൽ എന്ന് തർക്കീവാക്കി വെക്കാം. തമീസ് എന്ന നിലക്ക് നസ്ബ് കിട്ടിയാൽ തഹസീലൻ തഫരീഅൻ. ഇനി അങ്ങനെയല്ല, നസ്ബുൽ ഖാഫിദ്, ജറിന്റെ അർഫിനെ കളഞ്ഞിട്ട് ഒരു നസ്ബിട്ട് രൂപമുണ്ട്. അപ്പൊ എങ്ങനെ വെക്കണം? ഈ മസ്അലയുടെ അടിസ്ഥാനപരമായ കാര്യത്തിൽ അനിന്നഫി വൽ ഇസ്ബാത്ത്, നഫിനെ തൊട്ടും ഇസ്ബാത്തിനെ തൊട്ടും ബന്ധമിണ്ടാതെക്ക, കൽപ്പിക്കപ്പെട്ടിട്ടില്ല, പെട്ടു എന്ന് പറയണ്ട. സാറേ, ഈ മസ്അലയുടെ അടിസ്ഥാനപരമായിട്ട് പിന്നെ എന്നുള്ളടത്ത് സ്ഥിരപ്പെടുത്തി, നബി തക്ലീഫുള്ള ആളാണെന്ന് സ്ഥിരപ്പെടുത്തുക. അതിനനുസരിച്ച് ഈ മസ്അലയിൽ പിരിഞ്ഞുണ്ടായതായ തഫ്രീആയ ഒരുപാട് മസ്അലകൾ അതിലും മൗഖൂഫ് ആവുക. എന്തിനെ തൊട്ട്? ഒരുപാട് കൗലുകൾ മുസ്ബിത്തായപ്പോ ഇസ്ബാത്ത് ഉണ്ടാക്കിയപ്പോൾ വന്നിട്ടുണ്ട്. അത്തരം കൗലുകളിൽ നിന്ന് ഇന്ന കൗലി എന്ന് വ്യക്തമാക്കി പറയണ്ട, മിണ്ടാതിക്കുക. അപ്പൊ തഫ്രീ എന്ന നിലക്കായാലും തൈസീർ എന്ന നിലക്കായാലും ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയേണ്ട, മൗനമായി നിൽക്കുക എന്നുള്ളതാണ് മുഖ്താറ്. വൽ മുഖ്താറു, അപ്പൊ ഖബർ നുബുവ കഴിഞ്ഞു. അപ്പൊ ഇനി നുബുവത്തിന് ശേഷമോന്നാ. വൽ മുഖ്താറു ബഅദൻ നുബുവത്തി, ഹബീബായ നബി തങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം ആ അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ എന്താ മുഖ്താർ? അവിടെയും അഭിപ്രായങ്ങളുണ്ട്. അൽ മൻ ഓ ഇല്ല, മൻ ആണ് എന്ത്? മിൻ തഅബ്ബുദിഹി ബിശറഇ മൻ ഖബലഹു, ഹബീബായ നബിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഇസ്ലാമിക നിയമങ്ങൾ, അവരുടെ ശരീഅത്ത് കൊണ്ട് നമ്മുടെ ഹബീബായ നബി തങ്ങൾ തക്ലീഫുള്ള ആള് ആണ് എന്നതിനെ തൊട്ട് മൻ ആണ്, അതില്ല. കാരണം ലിഅന്നലഹു, ഈ മുഖ്താറായ അഭിപ്രായത്തിനുള്ള ന്യായം ദലീലെന്താ? നിശ്ചയമായിട്ടും നബിതങ്ങൾക്കുണ്ടല്ലോ ശറഅൻ യഖ്സുഹു, നബിതങ്ങൾക്ക് തന്നെ പ്രത്യേകമാക്കാൻ പറ്റുന്ന ശറഅ ഉണ്ടായിരിക്കെ മുൻകഴിഞ്ഞു പോയ ആൾക്കാണ് ശറഅ ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് മുഖ്താറ്. ഇത് തന്നെ നമ്മുടെ സംസാരം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ അസ്ൽ വെച്ചുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മുടെ ശറഅയിൽ തന്നെ ഉണ്ടല്ലോ എന്ത്? മുൻകഴിഞ്ഞു പോയതായിരിക്കുന്ന ശറഇൽ എന്ത് എതിരില്ല എങ്കിൽ അതിന് കുഴപ്പമില്ല. ഇമാം ഷാഫിയുടെ അസ്ലെന്താ? നമ്മുടെ ശറഇന്റെ മുമ്പുള്ള ആരാണ് ശറഉം നമുക്ക് ബാധകമല്ല. നമ്മുടെ ശറഇൽ ഉള്ളതുപോലെ തന്നെ അംഗീകരിച്ചു വന്ന കാര്യം അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശറഇൽ എന്തോ അതാ നമ്മുടെ വാദകം, മുൻകഴിഞ്ഞ ശറഅ നമ്മൾ നോക്കൂല എന്ന് ഷാഫി മദ്ഹബ് പ്രകാരം ഒരു അസലുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ മുഖ്താർ തന്നെ വന്നിട്ടുള്ളത്. വഖീല, പറയപ്പെട്ടിട്ടുണ്ടല്ലോ. എന്താ പറയപ്പെട്ടത്? തുഅബ്ബദു തഅബ്ബുദും ബിമാ ലൻ യുൻസഖ് മിൻ ശറഇ മൻ ഖബലഹു, നബിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ നിയമങ്ങളിൽ നിന്ന് ഒരു നിർബലപ്പെടുത്താത്ത നിയമമുണ്ടെങ്കിൽ അത്തരം നിയമം കൊണ്ട് ഹബീബായ നബി തങ്ങളോട് കൽപ്പനയുണ്ട്, തക്ലീഫുണ്ട് എന്ന് ഖീല. അതെന്താ ഖീലക്ക് തെളിവ്? ഇസ്തിസ്ഹാബും തെളിവാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അതാണ് ഇസ്തിസ്ഹാബ്. ഇവിടെ പറയും ഇസ്തിസ്ഹാബൻ ലിതഅബ്ബുദിഹി ബിഹി ഖബ്ല നുബുവ, നുബുവത്തിന്റെ മുമ്പ് ഹബീബായ നബി തങ്ങൾ
മുൻകഴിഞ്ഞു പോയ ആൾക്കാരുടെ ആരുടെയോ ഒക്കെ ആവട്ടെ കൊണ്ട് നബി തങ്ങളോട് തെക്കിലീഫ് ഉണ്ടായല്ലോ. ആ തെക്കിലീഫിനോട് സഹവസിച്ചു നോക്കുമ്പോൾ പ്രവാചകത്വം കിട്ടിയതിനു ശേഷം ഷറയിൽ ദുർബലപ്പെടുത്താതെ എന്തുണ്ടോ അതിന് നബി തങ്ങൾക്ക് തെക്കിലീഫ് ഉണ്ടെന്ന് കീല. ഇങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ച. അതും കഴിഞ്ഞു. നബിയുടെ നുബുവത്തിന്റെ മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചും ശേഷമുള്ള അഭിപ്രായത്തെക്കുറിച്ചും അസ്ലിപരമായിട്ടുള്ള ചർച്ച ഇവിടെ കഴിഞ്ഞു. മസ്അലത്തുൻ, വേറൊരു മസ്അല, ഹുക്കുമുൽ മനാഫിഇ വൽ മളാരി ഖബല ശറഇ. ശറഇ എന്ന് പറഞ്ഞാൽ ബിഇസത്തി, നബി തങ്ങളെ നബിയായി നിയോഗിക്കുന്നതിന്റെ മുമ്പ്. വിധി ഒന്നും പറയാൻ കഴിയില്ല. ഒരുപാട് ഉപകാരമുള്ളതുമുണ്ട്, ഒരുപാട് ഉപദ്രവമുള്ളത് ഇവിടെ ഉണ്ടല്ലോ. അതിനെക്കുറിച്ചൊരു ചർച്ച അസ്ലിൽ നമുക്ക് വേണ്ടേ? അപ്പോ ഉസൂൽ പ്രകാരം എന്താ അതിന്റെ ചർച്ച? അത് ചർച്ച ചെയ്ത് വെക്കുക. അതിന്റെ വിധി മറ, അതിവിടെ പറയേണ്ടതില്ല, കഴിഞ്ഞു പോയോലോ. എവിടെ? ഫി അവായിൽ കിതാബി, കിതാബിന്റെ തുടക്കത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതെവിടെ കഴിഞ്ഞു ചോദിച്ചാൽ കിതാബിന്റെ തുടക്കത്തിൽ എവിടെ പറഞ്ഞു ചോദിച്ചാൽ ഇടങ്ങാറാവണ്ട. ഹൈസ് ഖീല വലാ ഹുക്മ ഖബല ശറഇ, ശറഇന്റെ മുമ്പ് അഥവാ നബിതങ്ങൾ നബിയായി വരുന്നതിന്റെ മുമ്പ് അവിടെ ഒരു വിധിയുമില്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അവിടെ നോക്കിയാൽ മതി. ഇതപ്പോ നമ്മോട് പറയണത്. അപ്പൊ നീ വിശദീകരിക്കണ്ട. ബൽ പിന്നെയോ അൽ അംറു മൗഖൂഫുൻ ഇലാ വുറൂദിഹി, ശറഅ് വരുന്നത് വരെ മനാഫിയെ കുറിച്ചും മലാറിനെ കുറിച്ചുള്ള വിധി അവിടെ മൗഖൂഫാണെന്നും പറയാൻ പറ്റുകയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അവിടെ നോക്കിക്കോളെ. ശരി, ബിഅ്സത്തിന്റെ മുമ്പ് ഇങ്ങനെയാണ് കഥയെങ്കിൽ ബിഅ്സത്തിന് ശേഷോ അപ്പൊ മനാഫി മലാറുണ്ടല്ലോ. ബഅദഹു, ശറഇന് ശേഷം അസ്വഹിഹു, അഭിപ്രായങ്ങൾ പലതുമുണ്ട്. ബലപ്പെട്ട അഭിപ്രായം അന്ന അസ്ലൽ മലാറി, ബുദ്ധിമുട്ടാക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ അത്തഹരീമു ഹറാമാക്കലാണ്. വൽ മനാഫിഇ, ഉപകാരങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉപകാരങ്ങളെ അസ്ലി ചിന്തിച്ചാൽ അൽ ഹില്ലു ഹലാലാവലാണ്. അപ്പൊ ഉപകാരങ്ങളൊക്കെ ഹലാലും മലാറൊക്കെ ഹറാമും ആവലാണ് സഹിയായ അഭിപ്രായം അനുസരിച്ച് ശറഅ് വന്നതിന് ശേഷം. വെറുതെ പറയുകയല്ലോ. ഹില്ലാക്കാലോ മനാഫിഇനെ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, എല്ലാ ഭൂമിയിൽ എന്തൊക്കെയുണ്ട് അത് മുഴുവനും നിങ്ങൾക്ക് ഗുണമായിട്ട് അല്ലാഹു തആല പടച്ചു വെച്ചു എന്നല്ലേ. ഇവിടെ ദക്കറഹു, അല്ലാഹു തആല ഈ വാക്ക് പറഞ്ഞത് ഫീ മിഅ്റദിൽ ഇംതിനാനി, ഗുണം വെളിവാക്കി പറയുന്ന സ്ഥലത്ത് പറഞ്ഞതല്ലേ. ഇത് ഹറാമായിരുന്നുവെങ്കിൽ അത് പറയില്ലല്ലോ. വലാ യംതന്നു, ഗുണം എന്നുള്ളതാണെങ്കിലോ ഇല്ലാബിൽ ജായിസ്, ജായിസായ കാര്യം കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ലല്ലോ. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപകാരത്തിന്റെ അസ്ലെന്താണ്? ഹില്ല് കിട്ടിയോലോ ആയത്ത് കൊണ്ട്. ഉപകാരമാണല്ലോ ഉള്ളത്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫീമാ റവാഹു ഇബ്നു മാജ വഗൈറുഹു, ഇബ്നു മാജയും അല്ലാത്തവരും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ നബി തങ്ങൾ പറഞ്ഞത് എന്താ? ലാ ളററ വലാ ളിറാറ, ലാ ളററ വലാ ളിറാറ എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ ഐ ഫീ ദീനിനാ, നമ്മുടെ ദീനിൽ ളററുമില്ല ളിറാറുമില്ല. അങ്ങനെ വരുമ്പോ ലാ യജൂസു ദാലിക, ളററും ളിറാറും ജായിസല്ല എന്ന് കിട്ടും. അപ്പൊ മലാറിന്റെ അസ്ലി തഹരീം ഒരു ഹദീസുണ്ട്. ലാ ളററ വലാ ളിറാറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെക്കുക? ലാ തദുറു അൻഫുസകും വലാ തദുറു ഗൈറകും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത്, നിങ്ങളല്ലാത്തവരെ ഉപദ്രവിക്കരുത് എന്നതാണ് ലാ ളററ വലാ ളിറാറ എന്നതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാ, അതിന്റെ അർത്ഥം അങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇനി ഇത് മനസ്സിലായത് ലറർ ചെയ്യൽ ബുദ്ധിമുട്ടല്ലേ, അത് പാടില്ല എന്നല്ലേ. അപ്പൊ അത് ഹറാമാവും. ഹദീസ് കൊണ്ടും ആയത്ത് കൊണ്ടും മലാറ് ഹറാമാണെന്ന് തെളിയിക്കാം. മസല് മനാഫിഹില്ലാണെന്നും കിട്ടിയല്ലോ എന്നുള്ളതാണ് സ്വഹീഹ്. എങ്കിൽ സ്വഹീഹല്ലേ പറഞ്ഞത്? അതിനെതിരിൽ പല അഭിപ്രായങ്ങളും വന്നേക്കാം, പറയാം. ഖാല ശൈഖുൽ ഇസ്ലാം വാലിദുൽ മുസന്നിഫി, ശൈഖുൽ ഇസ്ലാം മുസന്നിഫിന്റെ പിതാവായ ശൈഖുൽ ഇസ്ലാം പറയുന്നു, ഇല്ല അംവാലന, നമ്മളെ മുതലൊഴിച്ച് എന്ന് പറയുന്നുണ്ട്. ഫഇന്നഹ അംവാല് മിനൽ മനാഫിഇ, അത് ഉപകാരത്തിൽ പെട്ടതല്ലേ, അപ്പൊ അത് ഹറാമാവൂല. അങ്ങനെ ഒരു അഭിപ്രായം ആർക്കുണ്ട്? ശൈഖുൽ ഇമാമിനുണ്ട്. നമ്മൾ സഹീ പറഞ്ഞത് മലാറിന് മനാഫി എന്നാണ്. മൂപ്പര് ഇസ്തിദ്ന ചെയ്തത് അംവാലാണ്, അത് മനാഫിയിൽ പെട്ടതല്ലേ എന്ന്.
ലാഹിർ നോക്കിയാല് അന്നൽ അസ്ലമീക തഹരീമോ, അതിലും വരേണ്ടതെന്താ, അംവാലിനും വരേണ്ടത് തഹരീമാ. അങ്ങനെ വരേണ്ടത് തഹരീം, വരേണ്ടതിന് എന്താ ആവും പിന്നെ തെളിവ്? ലാഹിർ അങ്ങനെ പറഞ്ഞാൽ മതി. ആ തെളിവുണ്ട്. ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളെ വാക്കു നോക്കുക, ഇന്നമാ ദിമാഅകും വ അംവാലകും വ അഅറാലകും അലൈക്കും ഹറാം. നിങ്ങളെ രക്തങ്ങള്, നിങ്ങളെ സമ്പത്തുകള്, നിങ്ങളെ അഭിമാനങ്ങള്, ഇതൊക്കെ നിങ്ങളെ മേൽ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് ഹദീസിൽ കാണാം. ഈ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്തത്? റവാഹു ഷെയ്ഖാനി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇതേ. അങ്ങനെ അപ്പൊ ഈ ഹദീസിൽ നിന്ന് എന്ത് ചെയ്തു? അംവാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അംവാൽ നിശ്ചയത്തിന് ഇത് പറഞ്ഞു. അല്ലാത്തതൊക്കെ ഹറാമാണ്. ഈ അംവാൽ ഉപകാരത്തിൽപ്പെടുത്തിയിട്ട് അതിനോട് നിശ്ചയത്തിന് ഇത് പറഞ്ഞു എന്നാ ഷെയ്ഖുൽ ഇമാം പറയുന്നു. പക്ഷേ നമ്മൾ പറയുന്നത് അങ്ങനല്ല. അംവാൽ തൈരീവ് വരണം. അതാണ് റസൂലുള്ള ഇന്ന ദിമാഅക്കും അംവാലക്കും കൂട്ടി പറഞ്ഞില്ലേ. അപ്പൊ അംവാലിന് പെട്ടില്ലേ. അപ്പൊ അതിന്റെ ലാഹിർ എന്താണ്? തൈരീവ് വരണമെന്നല്ലേ. അത് വല്ലാറിൽ പെടൂലേ എന്നുള്ളതാണ്. അപ്പൊ സംശയം, ഖലഖലക്കും മാഫിൽ അർളി എന്ന് ആയത്തില്ലേ, അതിനിപ്പോ എന്താ പേടിക്കാന്? അത് ആമ്മയിക്കോട്ടെ. ഫയുഖസ്സുബിഹി, അപ്പൊ ഈ ഹദീസ് കൊണ്ട് നമുക്ക് ഖാസാക്കാം. ഉമൂമുൽ ആയത്തി സാബിഖത്തി ഖലഖലക്കും മാഫിൽ അർളി ജമിയ എന്ന് പറഞ്ഞില്ലേ. ആ പറഞ്ഞതിൽ ആമുണ്ട്, ശരിയാണ്. ആമിന് നമുക്ക് ഈ ഹദീസ് കൊണ്ട് എന്താക്കാം? തഖ്സീസാക്കാം. അങ്ങനെ നമ്മൾ പഠിച്ചു പോകുന്നതല്ലേ. അപ്പൊ ഈ തഖ്സീസ് വെക്കാം. ആമിലെന്ത്? ആ ഭൂമിയിൽ പടച്ചത് മുഴുവൻ നിങ്ങൾക്ക് ഗുണത്തിന് വേണ്ടി പടച്ചു എന്ന് പറഞ്ഞു. ആ ജമീയിൽ മുഴുവത്തുനിന്ന് ഇന്ന ദിമാഅക്കും അംവാലക്കും അറാലക്കും ഇതിന് ഒഴിവാക്കിയാൽ മതി. ഇത് ഒഴിവാക്കിയിട്ടുള്ളത് ആയല്ലോ. അപ്പോ ആമിനെ തഖ്സീസാക്കി ഹദീസ് കൊണ്ട്. അപ്പൊ സംശയമൊക്കെ തീർന്നല്ലോ. തീർന്നു. വോയറും ഷെയ്ഖുൽ ഇമാമ് അല്ലാത്തോല് സാക്കിത്തുൻ അൻ ഹാദൽ ഇസ്തിസ്നായി, ഇവിടെ ഇസ്തിസ്നെ പറ്റി മിണ്ടിയിട്ടില്ല. മൂപ്പര് മാത്രമേ ഇസ്തിസ്ന പറഞ്ഞത്, മറ്റോലൊക്കെ മിണ്ടാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ആകട്ടെ, ഇനി ഇവിടെ ഒരു മുഖാബല സ്വഹീഹ് വരണം. മുഖാബല സ്വഹീഹ്, സഹീഹിന്റെ എതിരല്ല കാല ഷെയ്ഖുൽ ഇമാം എന്ന് പറഞ്ഞ ആള്, അത് വേറെയാണ്. മുഖാബല സഹീഹ് എന്ത് വരണം? ഇത്ലാഖു ബഅദിഹിം, അവർ ചില ആളുകൾ ഇത്ലാഖാക്കിയിട്ടുണ്ട്, ഒരു നിബന്ധനയും കൊടുത്തിട്ടില്ല. എന്ത്? അന്നൽ അസ്ലാബിൽ അഷിയാഇ, വസ്തുക്കളിലുള്ള അടിസ്ഥാനം അത്തഹരീമു, തഹരീം എന്ന. സഹീഹ് പറഞ്ഞത് എന്താ? മലാറ് കൈതാ, ബലി പറഞ്ഞ അഷിയാകുന്ന. വബഅലുഹും, ചില ആൾക്കാർ ഇത്ലാഖാക്കിയിട്ടുണ്ട് അന്നൽ അസ്ല ഫീഹ, ആ വസ്തുക്കളിലുള്ള അസ്ലി അൽ ഹില്ലു, ഹില്ലാണ്. അപ്പൊ ഇവിടെ സഹീഹിന്റെ രണ്ട് മുഖാബല എടുത്താൽ ഒരു മുഖാബല പ്രകാരം എല്ലാം ഹറാമായി, മറ്റേ അഭിപ്രായം എടുത്തോളം എല്ലാം ഹലാലായി. ഇത് രണ്ടിനെയും വ്യത്യാസപ്പെട്ട് സഹീഹ് പറഞ്ഞത് മലാറായി വരുന്ന ഏതൊക്കെയുണ്ടോ അത് തഹരീം, മനാഫി ആയിട്ട് വരുന്ന ഏതൊക്കെയുണ്ടോ അത് ഹില്ലേ. മനാഫിയിൽ പെടുത്തിക്കൊണ്ടാണ് ഇല്ല അംവാല എന്ന് ഷെയ്ഖുൽ ഇമാം കൂട്ടി പറഞ്ഞത്. ആ ഇല്ല അംവാല എന്ന് പറഞ്ഞ ഇസ്തിസ്ന അതിനെക്കുറിച്ച് ഷെയ്ഖുൽ ഇമാം അല്ലാത്തൊരു മിണ്ടിയിട്ടുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇതിലുള്ള വിഷയം. അപ്പോ നമ്മുടെ മനാഫി മലാറ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ചർച്ചയും അൽഹംദുലില്ലാ അത് കഴിഞ്ഞു. ഇനി മറ്റൊരു മസ്അല. എന്താ മസ്അലത്തുൻ അൽ ഇസ്തിഹ്സാനു, ഇസ്തിഹ്സാൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, നല്ലതായി കാണുക എന്നാണ് അതിനർത്ഥം. ഖാലബിഹി, ഇസ്തിഹ്സാൻ എന്നുള്ളത് അബു ഹനീഫ തങ്ങളും മൂപ്പരുടെ ശിഷ്യന്മാരും മാലിക് ഇമാമിന്റെ ശിഷ്യന്മാരും ഒക്കെ ഇൽപ്പെടും. അവരെല്ലാവരും പറഞ്ഞു ഇത് പറ്റുമെന്ന്. എങ്കിൽ അൻകറുൽ ബാഖൂന, ഇവരല്ലാത്ത മിനൽ ഉലമായി, മറ്റു പണ്ഡിതന്മാരൊക്കെ, ഇവരല്ലാത്ത മറ്റു പണ്ഡിതന്മാരൊക്കെ ഇസ്തിഹ്സാൻ പറ്റൂലാന്ന്. ബാഖൂന എന്ന് പറയുന്നത് മിനൽ ഉലമായി, മറ്റു പണ്ഡിതന്മാര്. മിൻഹും, ആ ബാഖൂനിൽ പെട്ടതാണല്ലോ അൽ ഹനാബിലത്തു, അംബലിയാക്കാര്. അവരും പറയുന്നത് പറ്റൂല എന്നുള്ളതാണ്. ഇവിടെ ഖിലാഫ ഖൗലി ഇബ്നുൽ ഹാജിബ്, ഇബ്നു ഹാജിബിന്റെ വാക്കിനെതിരാണ് ഹനാബിലത്ത് എന്നിവിടെ കാണുന്നത്, അബു ഹനീഫ തങ്ങളുടെ മത്തിൽ കാണുന്നത്. എങ്കിൽ ഇൻകാർ ചെയ്ത കൂട്ടത്തിൽ അംബിയാക്കളും ഉണ്ട് എന്നുള്ളതാണ്. അതന്നെ ഇബ്നു ഹാജിബ് തങ്ങൾ പറഞ്ഞ ഖൗലിനെതിരാ. മുപ്പര് പറഞ്ഞു ഖാലബിഹിൽ ഹനഫിയ്യത്തു വൽ ഹനാബിലത്തു എന്നുള്ളതാ. അപ്പൊ മത്തില് കാണുക അബു ഹനീഫ മാത്രമാണ്, അവിടെ ഹനാബിലത്തില്ല. ഹനാബിലത്ത് ഉണ്ട് എന്നാണ് ആര് പറയുന്നത്?
ഇബ്നു ഹാജിബ് തങ്ങൾ പറയുന്നത്. ഷറഹ് നോക്കുമ്പോ ഹനാബിലത്ത് ഇൻകാറിൽ പെട്ടവരുമാണ്. ഇങ്ങനെ അഭിപ്രായം അതിലുണ്ട്. ആവട്ടെ. ഹുസ്സിറ എന്താണ് ഇസ്തിഹ്സാൻ എന്ന് മനസ്സിലാക്കണല്ലോ. അതിൽ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താ ഇസ്തിഹ്സാൻ? അതിനെ വിശദീകരിക്കപ്പെടുകയുണ്ടായി ബിദലീലിൻ, ഒരു ലക്ഷ്യം കൊണ്ട്. എന്താ ലക്ഷ്യം? യങ്കദിഹു, അത് വെളിപ്പെടും. എവിടെ? ഫി നഫ്സിൽ മുജ്തഹിദി, മുജ്തഹിദിന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. അത്തരം ലക്ഷ്യം കൊണ്ട് എന്താകാന്നറിയാമോ? അത്തരം ലക്ഷ്യം കൊണ്ട് വിശദീകരിക്കപ്പെട്ടു. തഖ്സുറു അൻഹു ഇബാറത്തുഹു, അതിനെ തൊട്ട് ഇബാറത്തിടാൻ എന്താകും? ചുരുക്കം വരും. ഇബാറത്തിടാൻ കഴിയാതെ വരും. അതാണ് വസ്സാലിമാം റളിയല്ലാഹു അൻഹു തന്റെ മൻഖുൽ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. എന്തെന്നറിയാമോ? അന്ന മആനിയ ശറഅ്, ശറഇന്റെ അർത്ഥങ്ങള് അതിങ്ങട്ട് ബുദ്ധിയിൽ ഉദിച്ച് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നാക്കുകൾ ഇബാറത്തിടാൻ, അതിനകത്ത് ആ മായകളെ തൊട്ട് ഇബാറത്തിടൽ കൊണ്ട് നാക്കുകൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അതിനെ തൊട്ടുള്ള ഇബാറത്ത് ഉണ്ടാകൂല. മനസ്സിലാക്കാൻ പറ്റുന്ന ഇബാറത്തിടാൻ കഴിയൂല. നാക്കിലിങ്ങനെ വരും പറയാൻ മനസ്സിലുദിച്ചപ്പോ, പക്ഷെ ആ ഇബാറത്ത് ചുരുങ്ങിപ്പോന്ന് അതാണ്, കഴിയൂല. അത്തരം ഒരു സംഗതി ഒരു മുജ്തഹിദിന്റെ മനസ്സിൽ തെളിഞ്ഞു വരും. അങ്ങനെ തെളിഞ്ഞു വരുന്ന ദലീലുണ്ടാവും. ആ ദലീൽ കൊണ്ടാണ് ഇസ്തിഹ്സാൻ എന്ന് വിശദീകരിച്ചത്. ഓറുദ്ദ, അതുപോലെ തന്നെ ഇതിനെ തട്ടപ്പെട്ടു. അതും ഒരു വിശദീകരണമാണ്. ഈ പറഞ്ഞതിനെ തട്ടിയത് ബി അന്നഹു ദലീൽ മദ്കൂർ, ഈ പറയപ്പെട്ടതായ ദലീല് ഇന്ദൽ മുജ്തഹിദി, മുജ്തഹിദിന്റെ അടുക്കൽ അത് ഉറപ്പായി വരികയാണ് എങ്കിൽ ഫമുഅ്തബറുൻ, അത് മുഅ്തബറായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ മുൻകതിഹാരിക്കുന്ന ദലീലിനെ എന്തായി പറഞ്ഞ് തട്ടി. അതൊരു വിശദീകരണമാണ്. അങ്ങനെ വരുമ്പോ അപ്പോ ആ ദലീലിനെ തൊട്ട് ഇബാറത്ത് ചുരുങ്ങുക എന്നുള്ളത് ഒരു നിലക്കും ബുദ്ധിമുട്ടാവുകയില്ല. മുജ്തഹിദിന്റെ അടുക്കൽ ഈ പറയപ്പെട്ടതായിരിക്കുന്നത് തഹഖുഖല്ല എങ്കിൽ അത് തട്ടപ്പെടേണ്ടതാണ് ഖത്അൻ, ഉറപ്പായിട്ടും. അങ്ങനെ ഇസ്തിഹ്സാൻ ഒരു വിശദീകരണം. വീണ്ടും എന്താണ്? ഇസ്തിഹ്സാന് വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിഉദൂലിൻ അൻ ഖിയാസിൻ, ഒരു ഖിയാസിനെ വിട്ട് തെറ്റുക, ഇലാ ഖിയാസിൻ അഖ്വാ മിൻഹു, ആദ്യത്തെ ഖിയാസ് അഖഫാണെങ്കിൽ അതിനേക്കാൾ ഏറ്റവും വലിയതായിരിക്കുന്ന ശക്തിയുള്ള ഖിയാസിലേക്ക് തെറ്റുക. ഇങ്ങനെ തെറ്റൽ കൊണ്ടും എന്ത് പറയാം? ഇസ്തിഹ്സാൻ എന്ന് വിശദീകരിക്കാം. വലാ ഖിലാഫ ഫീഹി, അങ്ങനത്തെ ഈ വിഷയത്തിൽ അഭിപ്രായമില്ല. ബിഹാദൽ മഅന, ഈ അർത്ഥപ്രകാരം എന്തില്ല? അഖഫ എന്ന് അഖ്വയിലേക്ക് നീങ്ങുക എന്ന അർത്ഥപ്രകാരം ഖിലാഫില്ല. കാരണം എന്താണ്? ഖിയാസൈനി, രണ്ട് ഖിയാസ് ഉണ്ടാകുമ്പോൾ അതിലേറ്റവും ശക്തമായ ഖിയാസ് മുഖദ്ദമുൻ അൽ ആഖർ, അതിനേക്കാൾ മുന്തിക്കപ്പെടേണ്ടത് അഖ്വയല്ലേ? ഖത്അൻ, അതിലാർക്കും തർക്കമില്ല. അങ്ങനെ ആ രൂപത്തിലാണ് അപ്പോയത്. അല്ലെങ്കിൽ വിശദീകരിക്കാം. ദലീലിനെയും വിട്ടിട്ട് ആദത്തിലേക്ക് നീങ്ങി. ദലീൽ വേണ്ട, ദലീലും വിട്ടിട്ട് നാട്ടു നടപ്പുണ്ടാകും. അങ്ങനെ ആദത്തിലേക്ക് നീങ്ങുക. അങ്ങനെ നീങ്ങുക എന്നതുകൊണ്ടും എന്ത് പറയാം? ഇസ്തിഹ്സാൻ എന്ന് പറയാം. എന്തിനാ ആദത്തിലേക്ക് നീങ്ങിയത്? മസ്ലഹത്തി, ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏതുപോലേക്ക്? ദുഖൂലുൽ ഹമാമി, കുളിപ്പറയിൽ. ഹമ്മാമിൽ പ്രവേശിക്കും പോലെ. അതെങ്ങനെ? മുക്തി, ഇത്ര സമയം അവിടെ താമസിക്കുമെന്ന് വ്യക്തമില്ല. ഖദ്റുൽമായി, ഇത്ര വെള്ളമെടുക്കുമെന്ന് അവിടെ വ്യക്തമില്ല. വല്ലുജ്റത്തി, ഇത്ര കൂലിയൊന്നും വ്യക്തമില്ല. ഇതൊന്നും വ്യക്തമാവാത്ത വിധത്തിൽ എന്ത് ചെയ്യുക? ഹമാമിൽ പ്രവേശിക്കുക. ഇങ്ങനെ പരിപാടിയുണ്ട്. ഹമാമിൽ പ്രവേശിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കുളിപ്പുറയിൽ പ്രവേശിക്കൽ ജായിസ് പോലെ അത് പറ്റും. ഇവിടെ ദലീലല്ല. ഇവിടെ ദലീലൊന്ന് വിട്ടിട്ട് എവിടേക്ക് പോയത്? ആദത്തിലേക്ക് പോയി. ആദത്തേക്കാണ് ഇവിടെ പോയത്. അവിടെ നന്മണ്ട്. നോക്കുക, ഇന്നഹു മുഅ്താദുൻ, ഇതാണ് പതിവ്. അലാ ഖിലാഫി ദലീലി, ദലീൽ കൊണ്ടുവരുമ്പോൾ അതിന് നേരെ നോക്കുമ്പോൾ മുഅ്താദാണ് പതിവ്. എന്താ അങ്ങനെ പതിവ് മുഅ്താദിലേക്ക് മടങ്ങിയത്? ലിൽ മസ്ലഹത്തി, അവിടെ നന്മണ്ട്, അതാണ് നന്മ, അപ്പൊ അതിലേക്ക് പോയി. അങ്ങനെ വരാം.
ഇതും ഒരു ഇസ്തിഹ്സാനാണ്. വക്കദ ഇതേ പ്രകാരം തന്നെയാണ് സുറുബുൽമാ ഈ വെള്ളം കുടിക്കുക, മിനസ്സഖായി കുടിക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കാം, മിൻ ഗൈരി തഅയീൻ ഖദ്രി ഇത്ര വെള്ളം കുടിക്കും എന്ന കണക്കില്ല. അവിടെ ദലീല് നോക്കൂല, അവിടെ ആയത്തിലേക്ക് മടങ്ങും. കാരണം വെള്ളം കുടിക്കലാണ്, ഇത്ര വെള്ളം കണക്കില്ലാതെ കുടിക്കുമ്പോൾ ആയത്താണ്, അപ്പൊ അതിലേക്ക് മടങ്ങാം. ഇങ്ങനെയൊക്കെ വരാം ഇസ്തിഹ്സാന്. വറുദ്ദ എന്നാൽ ഈ പറഞ്ഞതിനെ തട്ടപ്പെട്ടു, അത് ഹിസാന്റെ മറ്റു രൂപമായിട്ട് വരും. അന്നഹു നിശ്ചയമായിട്ടും കാരമിൻ തബത്ത അന്നഹ ഈ ആദത്തുണ്ടല്ലോ ഹഖുൻ അത് യഥാർത്ഥമാണെന്ന് സ്ഥിരപ്പെട്ടാൽ. എങ്ങനെ യഥാർത്ഥമാണെന്ന് സ്ഥിരപ്പെടുക? ലിജറയാനിഹ ആദത്ത് നടന്നതിന് വേണ്ടി. എപ്പോ? മിൻ സമനിഹി അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നതിന് വേണ്ടി ഹക്കാവാം. അല്ലെങ്കിൽ നബി തങ്ങൾ വഫാത്തിന് ശേഷം നടന്നു. മിൻ ഗൈരി ഇൻകാരി മിൻഹു ആയതെന്താണ്? നബിയിൽ ഇൻകാർ ഉണ്ടായിട്ടില്ല. നബിന്റെ ശേഷമോ അതല്ല എങ്കിൽ നബിന്റെ കാലഘട്ടത്തിലോ ചെയ്തു ഒരാദത്ത് നടന്നിട്ടുണ്ട്. നബിയിൽ നിന്നോ ലാമിൻ ഗൈരി മറ്റേ ആൾക്കാരിൽ നിന്നോ സ്വഹാബാക്കുന്നാലും ഇൻകാറില്ല. ആ രൂപത്തിലാണ് ഇത് ഹക്കാവുക. ഇങ്ങനെ ഹക്കാണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫഖദ് ഖാമ ദലീലുഹ അപ്പോൾ ആ ആദത്തിന്റെ ദലീല് അവിടെ നിന്നു. ആ ദലീൽ എന്തിൽ നിന്നാവാം? മിനസ്സുന്നത്തി സുന്നത്തിൽ നിന്നാവാം, ഇജ്മാഇ ഇജ്മാഇൽ നിന്നുമാവാം. അങ്ങനെ ദലീലുണ്ടായി. അങ്ങനെ വരുമ്പോൾ ഫയുഅമലു ബിഹാ ആ ആദത്ത് കൊണ്ട് അമൽ ചെയ്യാൻ ഖത്ത് നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും ആർക്കും അഭിപ്രായമില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ പറയാൻ തട്ടിവിട്ടത്. ഇല്ല അങ്ങനെയല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ ആദത്ത് ഹക്കാണെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിലോ റുദ്ദത്ത് ഖത്അൻ അവിടെ അഭിപ്രായമില്ല, അത് തട്ടിവിടും. അങ്ങനെ വരുമ്പോൾ ഫലം യതഹഖഖ മഅനൻ ലിൽ ഇസ്തിഹ്സാനി മിമ്മാ ദുകിറ യസിലു മഅല്ലൻ ലിന്നിസായി. ഇവിടെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ട്, മഹല്ല്. അത്തരം മഹല്ലിന് നന്നാകുന്ന വിധത്തിൽ പറയപ്പെട്ടതിൽ നിന്നും ഇസ്തിഹ്സാൻ ഒരു മാന ഉറപ്പായില്ല. ഇങ്ങനെയൊക്കെ വരുന്നല്ലേ പറഞ്ഞത്. ഏത് മാനയാണ് ഇസ്തിഹ്സാന് വെക്കുക? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കണം. ഇസ്തിഹ്സാൻ മുഖത്തലഹും ഫീഹി ഒരു മസ്അലയിൽ രണ്ടു കൂട്ടർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായമുള്ളതായിരിക്കും ഇസ്തിഹ്സാൻ. ആ ഇസ്തിഹ്സാൻ തഹഖുഖായാൽ എന്നാൽ നോക്കണം മങ്കാലബിഹി ആരാണോ അതുകൊണ്ട് പറഞ്ഞതെങ്കിൽ ഒരു മുഖത്തലവും ബിയായ സംഗതിയാണ്, അങ്ങനത്തെ ഒരു ഇസ്തിഹ്സാനാണ്. ആ ഇസ്തിഹ്സാൻ തഹഖുഖായി തഹഖുഖാണെങ്കിൽ ആരാണോ ഇസ്തിഹ്സാൻ കൊണ്ട് പറഞ്ഞത്. എന്നാൽ ഇവിടെ ഗൗരവമാണ്. ബഖദ് ശർഅ നിശ്ചയമായിട്ടും അവൻ പുതിയതായ ഒരു നിയമമുണ്ടാക്കി. ശർഅ എന്ന് വായിക്കണം. അങ്ങനെ ആര് പറഞ്ഞിട്ടുണ്ട്? കമാ ഖാല ശാഫി റളിയല്ലാഹു അൻഹു ഇമാം ശാഫി റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ എന്ത് മനിസ്തഹ്സന ആരെങ്കിലും ഒരാൾ നന്മയാണെന്ന് പറഞ്ഞു, ബഖദ് ശർഅ അവൻ ശർഅ ഉണ്ടാക്കി. ഐ വളഅ ശർഅൻ മിൻ ഖിബലി നഫ്സിഹി അവന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം ഒരു നിയമമുണ്ടാക്കി എന്നതിനർത്ഥം. ശർഅയിലെവിടെ ഇസ്തിഹ്സാൻ കാണുന്നില്ല, ഓനങ്ങ് തീരുമാനിച്ച് ഉണ്ടാക്കി. അതിന് പല ഉദാഹരണം നമുക്ക് പറയാൻ കഴിയും. അതോന് പറ്റൂല. അമ്മ ഇസ്തിഹ്സാനു ശാഫിഈ അപ്പോൾ തർക്കം വരും, സംശയം വരുമല്ലോ. എന്താ സംശയം? ഇമാം ഷാഫിഈ തങ്ങൾ ഇസ്തിഹ്സാനായി കണ്ടതോ? എന്തിനെ കണ്ടു? അത്തഹ്രീം അലൽ മുസ്ഹഫി മുസ്ഹഫിന്റെ മേൽ സത്യം ചെയ്യിപ്പിക്കുക, വൽ ഖത്തബിൽ കിതാബത്തി എഴുതുക കിതാബിലെ. ഇതൊക്കെ നല്ലതായിട്ട് ഇമാം ഷാഫിഈ തങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എഴുതി കൊടുക്കുക ആ കിതാബത്തിന് പകരമായിട്ട് കിതാബത്തിൽ എഴുതി കൊടുക്കും ചില ആളുകൾക്ക്. അങ്ങനെ എഴുതി കൊടുക്കുക എന്നുള്ള നല്ല കാര്യമാണല്ലോ. അതുപോലത്തെ ഏതെല്ലാം ഉണ്ടോ, രണ്ടു പോലത്തെ നല്ല കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല നന്നായി കണ്ടിട്ടുണ്ടല്ലോ. ഏതുപോലെ മുത്അത്തിന്റെ കാര്യത്തിൽ മുത്അത്തിന്റെ നിക്കാഹിൽ എന്ത് ചെയ്യുക എന്നറിയാമോ? 30 ദിർഹം കൊടുക്കുക എന്നുള്ളത് ഇസ്തിഹ്സാനായി കണ്ടതുപോലെ
കിതാബത്തിൽ എഴുതുക, വരക്കുക, അതുപോലെ തന്നെ മുസാഫിന്റെ വശത്തും ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണെങ്കിലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയുകയാണെന്ത്? അതെന്തല്ല, ഫലൈസ മിൻഹു, അത് നമ്മുടെ തർക്കമുള്ളതായിരിക്കുന്ന ഇസ്തിഹ്സാനിൽ പെട്ടതല്ല. ഐ ലൈസ മിനൽ ഇസ്തിഹ്സാനിൽ മുഖ്തലിഫി ഫീഹി, ഇത്തരം ഇഹ്സാനുകൾ തർക്കമില്ല, അതുകൊണ്ട് ആ ഇസ്തിഹ്സാൻ കുഴപ്പമില്ല. ഇൻതഹഖഖ, അങ്ങനെ ഉറപ്പായിട്ട് വരികയാണ് എങ്കിൽ, അങ്ങനെ ഉറപ്പായിട്ട് വരികയാണ് എങ്കിൽ മുഖ്തലവും വിചാരിക്കുന്ന ഇസ്തിഹ്സാൻ പെട്ടതല്ല ഇത്. അപ്പൊ പിന്നെ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതോ ഇന്നമാ ഖാല ദാലിക, ഇത്തരം കാര്യങ്ങൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലിമആഖിദി ഫിഖ്ഹിയ്യ, അത് ഫിഖ്ഹിയായി കണ്ടെത്തുന്നതായിരിക്കുന്ന മസ്അലകൾ കണ്ടെത്തിയതിനു വേണ്ടി പറഞ്ഞതാ. അത് തന്നെ മുബയ്യനത്തുൻ ഫീ മഹാലിഹാ, ഫിഖ്ഹിയായിരിക്കുന്ന ഇത്തരം നിയമങ്ങൾ പറയേണ്ട സ്ഥലങ്ങളുണ്ട്, അത് അവിടെ വ്യക്തമാക്കപ്പെട്ടതാ. അങ്ങനെ വ്യക്തമാക്കപ്പെട്ടതായിരിക്കുന്ന ഫിഖ്ഹിയായ ചില മസ്അലകളുണ്ട്. അത്തരം മസ്അലകൾ കണ്ടെത്തിക്കൊണ്ട് പറയേണ്ടതെന്ന് കണ്ടെത്തി പറഞ്ഞതാ എന്നല്ലാതെ തർക്കമുള്ളതായിരിക്കുന്ന ഇസ്തിഹ്സാനിൽ പെട്ടതല്ല തഹ്ഖീഖായി വരികയാണെങ്കിൽ. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു സ്വന്തം ഒരു ശറ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഇത് മനസ്സിലാക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ. ഇനി നമുക്ക് ചർച്ച നാളെ ഇൻഷാ അല്ലാഹ് മുജ്തഹിദായ ഒരു സ്വഹാബിയുടെ ഖൗല് മറ്റൊരു സ്വഹാബിക്ക് ഹുജ്ജത്താണോ അല്ലേ എന്നൊരു വിഷയമാണ് ചർച്ച. അൽഹംദുലില്ലാഹ് അള്ളാഹു ചർച്ച ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇതെല്ലാം നമ്മിൽ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഈ ക്ലാസ് ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ വിടട്ടെ. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, അഭിപ്രായങ്ങൾ ഇടയ്ക്കെല്ലാം വരട്ടെ, നിരൂപണങ്ങൾ വരട്ടെ, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക. അവസാനമായി പറയാനുള്ളത്, പ്രാർത്ഥിക്കണം എല്ലാവരും. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.